എ റഹീം രാജ്യസഭാ അംഗം MP കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എ റഹീം, ഗവർണറെ ഉപയോഗിച്ച് രാഷ്ട്രീയ നീക്കം നടത്തുന്നു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ. ഇത് കേരളം അടക്കം മുമ്പ് ഉന്നയിച്ചിരുന്ന വാദമാണ്. കേരളത്തിൽ ഇപ്പോൾ അത്ര ഏറ്റുമുട്ടലില്ലെങ്കിൽ കൂടിയും മുമ്പ് അതായിരുന്നില്ല ചിത്രം. ഒരു പക്ഷേ അല്പം കൂടി നേരത്തെ ഈ സുപ്രീം കോടതി വിധി വന്നിരുന്നെങ്കിൽ കേരളത്തിന് കൂടുതൽ ഗുണം ചെയ്തേനെ. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, നമ്മളെ സുപ്രീം കോടതിയുടെ വിധി വരാൻ ഓരോ സമയത്തും നിയമപരമായ വഴികളിൽ അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ കുറച്ചല്ല നമ്മൾ കാണേണ്ടത്. ഇത് ഗവർണർമാർക്കെതിരായ പ്രഹരം എന്നല്ല ഞാൻ അതിനെ കാണുന്നത്, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരായ ശക്തമായ പ്രഹരമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതകൾക്ക് നേരെയുള്ള മുഖത്തടിച്ചുള്ള അടിയാണ് സുപ്രീം കോടതി കൊടുത്തത്. അങ്ങേറ്റം ആശ്വാസകരവും പ്രതീക്ഷ നൽകുന്നതുമായ വിധിയാണ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും കാണേണ്ടത്. ഒന്ന്, ഗവർണർക്ക് ഇതിനുള്ള അധികാരങ്ങളില്ല. ഭരണഘടനയാണ് സുപ്രീം. ഭരണഘടന ഗവർണർക്ക് ഇത്രയും അധികാരങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. ആ വളരെ ലളിതവും ചെറുതുമായ അധികാരങ്ങൾ കൊള്ളുന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സംസ്ഥാനത്തെ ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ചട്ടങ്ങളായി മാറി. അതിന് പറ്റില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി ഇന്ന് ഈ കേസിൽ പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം കാണേണ്ടത്, മൂന്ന് പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റുകളെ അവർ അസ്ഥിരപ്പെടുത്തുകയും വികസനം മുടക്കുകയും ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. രണ്ടാമത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന പരിഷ്കാരങ്ങളുടെയും നിയമനിർമ്മാണങ്ങളിലൂടെയുമാണ്. മൂന്നാമത് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിയാണ്. അപ്പൊ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി ഭരണസ്ഥപനം നടത്തുക. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന് അവരെടുക്കുന്ന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ ഏജന്റായ ഒരു ഗവർണർ വന്നിട്ട് അയാൾക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ ഹിതത്തെ അട്ടിമറിക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. അത് ഓരോ സംസ്ഥാനത്തിലും ഉണ്ടാക്കിയ ഭരണ പ്രതിസന്ധി, അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധത, ഭരണഘടനാ വിരുദ്ധത ഒക്കെ വളരെ വലുതാണ്. ആ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഭരണഘടനയുടെ അന്തിമമായ കാവൽക്കാരൻ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി അതിന്റെ ഉത്തരവാദിത്വം, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു. ഭരണഘടനാ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖത്തേറ്റ അമിതാധികാര ഏകാധിപത്യ പ്രവണതകളുടെ ലക്ഷണമാണിതെല്ലാം. ഒരു നിയോ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ അമിതാധികാര പ്രവണതകളുടെ ലക്ഷണങ്ങളാണിത്. കാരണം ഭരണഘടനയിൽ ഇതൊന്നുമില്ല എന്ന് അവർക്ക് പറയാം, പക്ഷേ ഞങ്ങളിതെല്ലാം ചെയ്യും എന്ന ഒരു മട്ടിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത് ഒരു സംസ്ഥാനത്ത് മാത്രമായിരുന്നില്ല. എതിർപ്പ് പറയുന്ന, ശക്തമായി സംഘപരിവാറിനെതിരെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കുമെതിരെ അവർ ഇത്തരം നിലപാട് സ്വീകരിച്ചിരുന്നു. ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സർവകലാശാലകളെ RSS വൽക്കരിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. ഇതിനെല്ലാം ഏറ്റ ശക്തമായ തിരിച്ചടിയാണ്. ഇതിപ്പോൾ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി പഴയ ഗവർണർ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങൾക്കെതിരെ വിവിധ സന്ദർഭങ്ങളിൽ കേരളത്തിലെ ഹൈക്കോടതി ശക്തമായ വിവിധ കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഇക്കാര്യത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറെ കാലമായി ഗവർണർമാരുടെ അമിതാധികാര പ്രവണത കോടതികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരമോന്നത വിധിപീഠം തന്നെ ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഗവർണർമാരെ നിലയ്ക്ക് നിർത്താൻ പാകത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് ഗവർണർമാർക്കെതിരായ സന്ദേശമല്ല, ഏകാധിപത്യ പ്രവണത, അമിതാധികാര പ്രവണത നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിനേറ്റ കനത്ത പ്രഹരമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. വളരെ നന്ദി എ റഹീം പ്രതികരിച്ചതിന്. എന്തായാലും ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് വലിയ ആശ്വാസകരമാണ്. ഐഷത്തുൽ ഷംന തുടരുന്നുണ്ട്. ഷംന, ഇത് തമിഴ്നാട് നടത്തിയിരുന്ന ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരമൊരു വിധി സമ്പാദിക്കാനായത് എന്ന് കരുതുന്നു. കാരണം തമിഴ്നാട്ടിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. തമിഴ്നാട് നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വഴി തുറക്കലുണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കും ഏറെ പ്രതീക്ഷ നൽകിയാണ്. കേരളത്തിൽ ഇപ്പോൾ വലിയ ഏറ്റുമുട്ടൽ ഇല്ലെങ്കിൽ കൂടിയും ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏറ്റുമുട്ടലിന് ഇത് സുപ്രീം കോടതി വിധി ആശ്വാസകരമാകുന്നു. തീർച്ചയായും സജിത്ത്, ഒപ്പം തന്നെ ഇത്രയും സുപ്രധാനമായ ഒരു വിധി വരുമ്പോൾ അത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് സുപ്രീം കോടതി. അതായത് ഗവർണർ സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. ഒപ്പം
2020 മുതലുള്ള ബില്ലുകളാണ്, 10 ബില്ലുകളാണ് ഗവർണർ തടഞ്ഞു വെച്ചത്. ഒരു ബില്ല് ഗവർണറുടെ മുന്നിലെത്തിയാൽ അതിൽ ഒരു മാസമാണ് ഗവർണർക്ക് ഒപ്പുവെക്കാനോ അതിൽ നടപടിയെടുക്കാനോ ഒരു മാസമാണ് ഗവർണറുടെ സമയപരിധി. അതിൽ വല്ല കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതിൽ 3 മാസം വരെ സമയമെടുക്കാം. പക്ഷേ വർഷങ്ങളായി ഇത്തരത്തിൽ തടഞ്ഞു വെക്കുന്നത്, ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് ഗവർണർ സത്യസന്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത്. അത് ഭരണഘടനാ ലംഘനമാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് സുപ്രീം കോടതി. ഒപ്പം BR അംബേദ്കറുടെ ഒരു വാക്യം കൂടി സുപ്രീം കോടതി കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്ന ആളുകൾ നല്ലതല്ലെങ്കിൽ ആ ഭരണഘടനയും മോശമായി തീരുമെന്ന് കൂടി ജസ്റ്റിസുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ന് വിധി പറഞ്ഞതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് സർക്കാരിന്റെ ഒരു നിയമ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് വലിയ രീതിയിലുള്ള ഈ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഈ സമയത്താണ് തമിഴ്നാട് കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി 17 കോടതി കേസ് പരിഗണിച്ച ശേഷം വിധി പറയാൻ മാറ്റുകയായിരുന്നു. ഒപ്പം ഇനി ഈ തമിഴ്നാട് ഗവർണറുടേത് നിയമവിരുദ്ധമായ നടപടിയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇനിയുള്ള ഈ 10 ബില്ലുകൾ, ഗവർണർ തടഞ്ഞു വെച്ച ഈ 10 ബില്ലുകൾ അത് സാധുവാകും എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സജിത്. എന്തായാലും പ്രധാനമായ ഒരു വിധി, അത് എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും ഉള്ള ഒരു വിധിയായിരിക്കും. ഒപ്പം BJP-യുടെ ഒരു രാഷ്ട്രീയ ആയുധമായാണ് BJP ഗവർണർമാരെ ഉപയോഗിക്കുന്നത് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ വന്നിരുന്നു. ഇതിനുള്ള ഒരു തിരിച്ചടി കൂടിയായിരിക്കും എന്നുകൂടി മനസ്സിലാക്കണം സജിത്.